Hi all, welcome back to Logica. Actually, I am going to mobile VIVO Y35 എന്നൊരു മോഡലാണ്. ഒരു 18500 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു മോഡലാണിത്. ഒരു 50 MP യുടെ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പോട് കൂടി 8GB 128GB റോമും അതേപോലെ തന്നെ 1TB എക്സ്പാൻഡബിളും 5000 mAh ബാറ്ററിയും അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഫോൺ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി 4 ഫീച്ചേഴ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജർ പ്ലസ് 5000 mAh ബാറ്ററി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 വാട്ട് ഫ്ലാഷ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് 34 മിനിറ്റ്സ് കൊണ്ട്, അതായത് 34 മിനിറ്റ് കൊണ്ട് ഒരു 70% വരെ നമുക്ക് ചാർജ് ചെയ്യാം. അതാണ് ആദ്യത്തെ ഫീച്ചർ. സെക്കൻഡ്ലി അവർ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റൻഡഡ് റാം 3.0. ആക്ച്വലി ഈ എക്സ്റ്റൻഡഡ് റാം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാം ഏകദേശം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ റാം നമുക്ക് ബോറോ ചെയ്തിട്ട് ആ റാമും കൂടി നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോറോ ചെയ്യുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ SSD അതുപോലെയുള്ള നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് ബോറോ ചെയ്യുന്ന റാമിന് നമ്മുടെ ഒറിജിനൽ റാമിൻ്റെ അത്ര സ്പീഡില്ലാത്തതുകൊണ്ടുള്ള പെർഫോമൻസിലെ ഡിഫറൻസ് നമുക്ക് കാണിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് 50 MP യുടെ ട്രിപ്പിൾ ക്യാം സെറ്റപ്പ്. ഞാൻ ഓൾറെഡി ക്യാമറയെ പറ്റി പറഞ്ഞു. ഈ 50 MP യുടെ ട്രിപ്പിൾ ക്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കത് കൂടുതൽ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു ഫീച്ചർ കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് ഓഡിയോ ബൂസ്റ്റർ 2.0. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള നമുക്ക് കിട്ടുന്ന വോളിയത്തിൻ്റെ 100% ഞാൻ കാട്ടി നമുക്ക് കൂടുതൽ വോളിയം ബൂസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി വോളിയം അതേ ക്വാളിറ്റി തന്നെ നിലനിർത്തിക്കൊണ്ട് തരാനുള്ള ഒരു ഫീച്ചറാണത്. അതായത് നമുക്ക് 100 നിന്ന് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു 200% വരെ നമുക്ക് ഉയർത്താൻ പറ്റും. പക്ഷേ ക്വാളിറ്റിയിൽ നമുക്ക് നഷ്ടമൊന്നും വരാത്ത രീതിയിൽ ഇത് നമുക്ക് ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബോക്സിനകത്ത് വരുന്ന ഒരു സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ ഈ ഒരു ചാർജറും അതിൻ്റെ കേബിളും ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞത് ഒരു 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഫോണും അതിൻ്റെ പൗച്ചുമാണ്. ഒരു സിലിക്കൺ ജെൽ പൗച്ചും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അവർ തരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. വലിയ കുഴപ്പമില്ലാത്തൊരു പൗച്ചാണ് അവർ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ അപ്പിയറൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡോൺ ഗോൾഡ് എന്നൊരു മോഡലാണ്. ഇത് കൂടാണ്ട് ഒരു അഗെയ്റ്റ് ബ്ലാക്ക് എന്നൊരു മോഡലും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് തിക്നെസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് 188 ഗ്രാം ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല വെയിറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ വോളിയം ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ പവർ ബട്ടണും വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ്. ഇനി ഈ പവർ ബട്ടണിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. അതായത് 2 സെക്യൂരിറ്റി കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ, അതിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡിലാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ രീതിയിലാണ് നമുക്ക് ആദ്യത്തെ 2 ക്യാമറാസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാമറയും, അങ്ങനെ 3 ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫ്ലാഷും വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് ബാക്കിൽ കാണുന്നത്. ഇനി സിം കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത് മുകളിലായിട്ടാണ് സിം സ്ലോട്ട്സ് വരുന്നത്. 2 നാനോ സ്ലോട്ട്സ് ആണ് വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് 1TB വരെയുള്ളൊരു എക്സ്റ്റൻഡഡ് മെമ്മറി കാർഡും നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ട് അല്ല, അതൊരു പ്ലസ് ആണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്പീക്കറുണ്ട്. അതായത് മോണോ സ്പീക്കറാണ്, ഡുവൽ സ്പീക്കർ അല്ല, സ്റ്റീരിയോ സെറ്റപ്പ് അല്ല. അതുകൂടാണ്ട് ഒരു ടൈപ്പ് സിയുടെ ചാർജിങ് സ്ലോട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 3.5 mm ഒരു ഓഡിയോ ജാക്കും ഉണ്ട്. അതായത് 3.5 mm ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു പ്ലസ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ പൊതുവേ ആ ഒരു റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺ പോലെ ഇത് പ്ലാസ്റ്റിക് ആണ് കേസും കാര്യങ്ങളെല്ലാം. പിന്നെ പറയാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണ് ഒരു സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം തെറിച്ചാലൊന്നും കുഴപ്പമില്ല. IP5Xഉം IPX4ഉം ആണ് ഇതിൻ്റെ IP റേറ്റിംഗ്സ് വരുന്നത്. അതുകൂടാതെ ഇത് ഡസ്റ്റ് പ്രൂഫ് കൂടിയാണ്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ എന്ന് പറയാനുള്ളൂ. 6.58 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് മുകളിൽ വരുന്നത്. പിന്നെ ടച്ചൊക്കെ നോക്കുമ്പോൾ ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ, ഭയങ്കര കാര്യമായിട്ടുള്ള ടച്ചൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ, ബ്രൈറ്റ്നസ് ഒക്കെ മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെയാണ്. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 550 നിറ്റ്സ് എങ്ങാണ്ടാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കേസൊക്കെ ഓക്കെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഒരു 50 MP മെയിൻ ക്യാമറ, 2 MP ഒരു വൈഡും അതേപോലെ തന്നെ 2 MP ഒരു ഡെപ്തും, അങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, 2K മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ EIS എന്നുള്ള ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിനൊക്കെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഞാൻ ഈ ഗ്രൂട്ടിനെയാണ് എൻ്റെ പ്രോപ്പർട്ടിയായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ പല മോഡ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വേണ്ട. പക്ഷേ ഒരു ആൻഡ്രോയിഡിൽ ഉള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഫോണിൽ ലഭിക്കും. നമുക്കിതിൻ്റെ എന്താ പറയുക, ബ്രൈറ്റ്നസ് ആണെങ്കിലും സൂമിങ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പോർട്രേറ്റ് മോഡും എല്ലാം നല്ല രീതിക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ETS ഫെസിലിറ്റി, അതായത് നമ്മുടെ ഈ വീഡിയോയുടെ സ്റ്റെബിലിറ്റി, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ഫോട്ടോസും വീഡിയോയും ഞാൻ ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 16 MP ഫ്രണ്ട് ക്യാം തന്നെ തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ പൊതുവേ 16 MP ക്യാമറാസ് തരുന്ന മൊബൈൽ ഫോൺസ് കുറവാണ് കണ്ടത്. അതുകൊണ്ട് നമുക്ക് 30Kയിൽ 2K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 30 FPS. സ്നാപ്ഡ്രാഗൺ 680 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അതേപോലെ തന്നെ Android 12 ആണ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ കിട്ടുന്ന ആൻഡ്രോയിഡ് വേർഷൻ. FunOS ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ ഡയലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഒക്കെ അവരുടേതായിട്ടുള്ള ഡയലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് FunOS ആണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ മറ്റേ എന്താ പറയുക, ഇപ്പോൾ കോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡിംഗ് ഓൺ ആക്കുമ്പോൾ കോൾ ബീങ് റെക്കോർഡ് എന്നുള്ളത് അവരൊച്ചത്തിൽ പറഞ്ഞ് അപ്പുറത്തുള്ള ആളെ അറിയിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവണതയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഈ FunOS ആയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു മെനു കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, ഹോം സ്ക്രീനിൽ തന്നെയാണ് മെനു എല്ലാം കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് വാൾപേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റ് വാൾപേപ്പർ കുറച്ചുണ്ട്. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വിഡ്ജറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വിഡ്ജറ്റ്സ് ഒന്നുമില്ല. എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് ക്ലീൻ ആൻഡ് സ്പീഡ്, നാനോ മ്യൂസിക്, സ്റ്റിക്കേഴ്സ്, വെതർ, അങ്ങനെ 1-2 വിഡ്ജറ്റ്സേ ഉള്ളൂ. അതുകൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്സിൻ്റെ വിഡ്ജറ്റ്സ് കൂടി ഇതിനകത്ത് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഭയങ്കര കാര്യമായിട്ടുള്ള വിഡ്ജറ്റ്സ് ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ UI കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ബാറിനും അല്ലെങ്കിൽ നമുക്ക് മെനുവിനും എല്ലാത്തിനോട് യൂസ് ചെയ്യാനായിട്ട് ഒരു ബ്ലൂ, ഗ്രീൻ, വയലറ്റ് ആൻഡ് ബ്രൗൺ, അങ്ങനെ 4 കളർ കോമ്പോസാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. ഇത് കൂടാണ്ട് വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഗൂഗിൾ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ ബാറും പിന്നെ അതുപോലെയുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളും അത് നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ന്യൂസും നമ്മൾ സെർച്ച് ചെയ്യുന്ന ന്യൂസും കാര്യങ്ങളും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ക്രീനിൽ ഐക്കൺസ് ഇല്ലാത്തൊരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഹോം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഗൂഗിൾ ഡിസ്കവർ ഓഫ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി, ഇത് പൊയ്ക്കോളും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതായത് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വൈഫൈ, മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത് അതുപോലെയുള്ള ജനറിക് ആയിട്ടുള്ള ആൻഡ്രോയിഡിലെ കാര്യങ്ങളാണ്. ഇത് കൂടാണ്ട് പിന്നെ എസ് ക്യാപ്ചർ എന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൊരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് കാണാം. അതിനകത്ത് സ്ക്രീൻ റെക്കോർഡിംഗ്, ലോങ് സ്ക്രീൻഷോട്ട്, റെക്റ്റാങ്കുലർ സ്ക്രീൻഷോട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ട്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് വരുന്നത് ബെഡ് ടൈം മോഡ്. ഈ ബെഡ് ടൈം മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ഗ്രേ സ്കെയിലാക്കി മാറ്റാൻ പറ്റും, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. പിന്നെ വരുന്നത് ഐ പ്രൊട്ടക്ഷൻ.
അതായത് ഈ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും. അതായത് ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ലൈറ്റ്സ്, അതായത് ഈ ബ്ലൂ പോലുള്ള ലൈറ്റുകൾ നമ്മുടെ കണ്ണിന് കുറച്ച് ഹാംഫുള്ളാണ്. അത്ര ലൈറ്റുകളെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ലൈറ്റ്സ് മാത്രം ഫോൺ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ. ബ്ലോക്ക് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യല്ല, കുറച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് തീം എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആ ഡാർക്ക് മോഡിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മോഡിലേക്കായിരിക്കും കിടക്കുന്നത്. അങ്ങനെ രണ്ടെണ്ണം, അത് ഡേ ആൻഡ് നൈറ്റ് പോലെ. പിന്നെ ബാറ്ററി സേവർ പൊതുവേ ഉള്ളതാണ്. കാൽക്കുലേറ്റർ, പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, നമുക്ക് ആപ്പുകൾ 2 സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് ആൻഡ്രോയിഡിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ്. പിന്നെ വരുന്നത് സ്കാന് പൊതുവേ ഉള്ള ഒരു ഫീച്ചറാണ്. സ്മാർട്ട് മിററിങ്, നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക്, TV പോലുള്ളൊരു ഡിവൈസിലേക്ക് നമ്മുടെ ഇതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ളൊരു സാധനമാണ്. അതുകൂടാതെ അൾട്രാ ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറും കൂടിയുണ്ട്. ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഗെയിമേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, ഒരു മിഡ് റേഞ്ചിൽ വരുന്നൊരു ഫോൺ തന്നെയാണത്. ഇതിനകത്ത് ആക്ച്വലി ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അൾട്രാ ഗെയിമിംഗ് മോഡിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം വരുന്നത് ഒരു എസ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അതിനകത്ത് മിനിമൽ ഡിസ്റ്റർബൻസ്, ഓപ്റ്റിമൈസ്ഡ് കൺട്രോൾ, ഓപ്റ്റിമൈസ്ഡ് ഡിസ്പ്ലേ സെറ്റിങ്സ്, അഡാപ്റ്റീവ് ഫ്രെയിം റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്ന് നമ്മുടെ ഗെയിമിനെ ഡിസ്റ്റർബൻസ് ചെയ്യാതിരിക്കാനുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേരം ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഈ ഫ്രെയിം റേറ്റ്സ്, അതായത് ഈ ഗെയിമിനകത്തുള്ള ഗ്രാഫിക്സ് ഒക്കെ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ കൂടുതൽ ചൂടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫ്രെയിം റേറ്റ് കുറച്ചിട്ട് നമ്മളെ ഫോൺ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിലനിർത്തും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൾ വരെ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. പിന്നെ ആക്സിഡൻ്റൽ ടച്ച് പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇവർ തരുന്നുണ്ട്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രിപ്പിൾ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഇത് ഓണാക്കി ഇട്ടിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാതെ പോലും 3 ഫിംഗർ സ്ക്രീനിൽ ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആവത്തില്ല. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇവർ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണാൻ പറ്റുന്നത് ഗെയിം പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഗെയിമിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഐക്കൺ പോപ്പപ്പ് ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള ഒരു ഐക്കൺ നമുക്കിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു 4D വൈബ്രേഷൻസ്. ചില ഗെയിം കളിക്കുമ്പോൾ നമുക്ക് വൈബ്രേഷൻസ് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും, നമ്മൾ ജോയ്സ്റ്റിക്കൊക്കെ വൈബ്രേഷൻ ചെയ്യുന്ന പോലെ. ആ ഫീച്ചറും ഇവർ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കിനി ഒരു ഗെയിം ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് NFC ഇല്ല. അതുപോലെ തന്നെ ഇത് 5G ഫോണാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും അതൊരു 4G മാത്രമേ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഓഡിയോ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ആക്ച്വലി ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഗുഡാണ്. ഇപ്പം ഞാൻ പ്ലേ ചെയ്തിരിക്കുന്ന 100% വോളിയത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമുക്ക് 100ൽ മേലെ നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് ആക്കാം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാനൊരു 150, 200 എന്നുള്ള രീതിയിൽ ഞാൻ ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ 100 ആണ്, ഇത് 150, ഇത് 200, തിരിച്ച് 100. ആക്ച്വലി നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ, നല്ല ഹൈ ക്വാളിറ്റി മ്യൂസിക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഓഡിയോ. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു മോണോ സ്പീക്കറേ ഉള്ളൂ എങ്കിലും അത് നല്ല രീതിയിൽ അത് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഇത് ഓക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഗുഡാണ് ഓഡിയോ ഒക്കെ.
നിങ്ങൾക്കിപ്പോൾ ഈ ഫോണിനെ പറ്റി ഓവറോൾ ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങളത് മടിക്കാതെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ഫോർ ലെത്ത് ലോജിക്ക ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.